4-5 മണിക്കൂറായി. ഒരുപാട് സംസാരിച്ചു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി സുഹൃത്ത് കൊണ്ടുപോയത്. ആ സുഹൃത്തൊരു സിനിമാ സംവിധായകനായിരുന്നു. പക്ഷേ ഈ എളിയവൻ്റെ ശബ്ദം കേട്ടിട്ട്, കാസറ്റിൽ കേട്ടിട്ട് അദ്ദേഹം സിനിമയൊക്കെ വലിച്ചെറിഞ്ഞ് ഇപ്പോൾ ദീനിയായ ഒരു വഴിക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധം നസീറിന് ഈ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടുത്തണം. അതിനുവേണ്ടി കൂട്ടിക്കൊണ്ടു പോയതായിരുന്നു. മുമ്പ് 2 യോഗത്തിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നു. ഒന്നൊരു കലാസമിതിയുടെ വാർഷികത്തിൽ, പിന്നൊന്നൊരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ. മരിക്കാൻ നേരത്തെ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയല്ലോ, അത് അവസാനം കൊണ്ടുപോയിട്ട് നാശാവുകയും ചെയ്തു. അന്നൊരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ 5 മണിക്കാണ് ഈ മനുഷ്യൻ പ്രസംഗിക്കാൻ വരുന്നത്. അന്ന് ഞാനില്ലെങ്കിൽ അദ്ദേഹത്തിനോട് പ്രസംഗിക്കാൻ കഴിയില്ല. കാരണം നീട്ടി വലിച്ചു. ഇയാൾ വരാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിച്ചു നീട്ടി 5 മണിയായി. അപ്പോഴാണ് ഈ മനുഷ്യൻ ഉറക്കച്ചടവോടെ വന്നിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും കണ്ടവരാണ്. ഇരുട്ടത്താണ് കണ്ടിട്ടുള്ളത്, ഇനി വെട്ടത്തൊന്ന് കാണാമെന്ന് വെച്ച് ഇങ്ങ് പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതാണ് വളരെ മനോഹരമായ സംസാരത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ഇരുട്ടത്ത് കണ്ടവരാണ്, ഇപ്പം വെട്ടത്ത് കാണാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഓർത്തത് എന്തിനാണെന്നറിയോ? 4-5 മണിക്കൂർ ഇങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരമായിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞത് നസീറിനെ പറ്റി പറയാനല്ല, മരിച്ചു പോയാൽ ഏത് കൊലക്കൊമ്പനും വീണു പോവുകയാണ്, ആ സത്യം പറയാനാണ്. ഒരുപാട് സംസാരമൊക്കെ നടത്തിയിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൽ വല്ല മാറ്റം ഉണ്ടോ എന്ന് പറയാൻ. 600 സിനിമകളിൽ അഭിനയിച്ചിട്ട് ഗിന്നസ് ബുക്കിൽ പേര് വന്ന മനുഷ്യനാണ് അദ്ദേഹം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച താരം. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജീവിതം, അഭിനയ കാലഘട്ടം, അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം അദ്ദേഹം മറുപടി വരാൻ വളരെ പ്രയാസപ്പെട്ടു. അദ്ദേഹം എങ്ങോട്ടോ ഇങ്ങനെ ദൃഷ്ടി പായിച്ചുകൊണ്ട് പറഞ്ഞു, തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ പ്രയാസമാണ്, എന്നാലും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങൾ കാണുന്നു, കോട്ടങ്ങളും കാണുന്നു. ഞാൻ അതൊക്കെ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടൊരു ലേഖനം എഴുതണമെന്ന് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. മരണത്തെ പറ്റി എഴുതുമ്പോൾ അദ്ദേഹം ജീവിതത്തെ കണ്ട രീതി, ചെറുപ്പക്കാർക്ക് സിനിമാ താരങ്ങളുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടൊക്കെ ഈ വക കാര്യങ്ങൾ ഈ വിനീതൻ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. അദ്ദേഹം യാത്ര പറയാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എൻ്റെ ഈ സുഹൃത്ത് ഷംസുദ്ദീൻ സാഹിബ് പറഞ്ഞു, തൻ്റെ മകളെ ചൂണ്ടിയിട്ട്, എൻ്റെ മോള് ഇക്കൊല്ലം എല്ലാ റമദാൻ മാസത്തിലും 30 നോമ്പ് നോറ്റു എന്നറിഞ്ഞു. ഒരു റമദാനായിരുന്നു ആ സമയം, റമദാൻ കഴിഞ്ഞ ശേഷമാണ്. നസീറിനോടാ പറയണത്, കുട്ടിയെ ചൂണ്ടിയിട്ട്. ഒരു പെൺകുട്ടിയുണ്ട്, ഒരു കൊച്ചുകുട്ടി, സുബഹിക്ക് എണീറ്റിട്ട് ഓതും. ആ ചെറിയ മോള്, ചെറിയ കുട്ടി, എറണാകുളത്ത് 5-8 റബ്ബർ ഫാക്ടറി നടത്തുന്ന മനുഷ്യൻ്റെ മോളാണ്. നന്നാവുകയാണെങ്കിൽ പണം തടസ്സമല്ല എന്നർത്ഥം. നമ്മൾ നാട്ടിൽ 10 ഉറുപ്പിക ഇട്ട് പോകുമ്പോൾ കൊണ്ടല്ലോ അന്നാനെ മറക്കല്ലേ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, കുട്ടിയെപ്പറ്റി പിതാവ് പറഞ്ഞു, ഇക്കൊല്ലം റമദാനിൽ മുഴുവനും നോമ്പ് നോറ്റു. സിനിമാ താരത്തോടാ പറയണത്. ഞാൻ ചോദിച്ചു, അദ്ദേഹം എന്താ മറുപടി പറയാമെന്ന്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു പേരക്കുട്ടിയുണ്ട്, അവൾ 16 നോമ്പ് നോറ്റു. 16 നോമ്പ് നോറ്റു എന്ന് മാത്രമല്ല, അവൾക്ക് നോമ്പിനോടൊക്കെ താല്പര്യമാണ്. കുട്ടികളൊക്കെ അങ്ങനെ വളർത്തണം, അങ്ങനെയാണ് വളർത്തുന്നത്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കുട്ടികളെ നല്ല അച്ചടക്കത്തോടെ, നല്ല മതപരമായ ചിട്ടയിൽ വളർത്തണം എന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞു പോണ നേരത്ത് എൻ്റെ ഒരു കാസറ്റ് മദിരാശിയിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിന് ഈ സുഹൃത്തിനെ ഷട്ടം കെട്ടിച്ചിട്ട് അദ്ദേഹം പോയത്. എനിക്കൊരുപാട് ഉപദേശവും തന്നു. വളരെ ശ്രദ്ധിക്കണം, പ്രസംഗിക്കാൻ പോകുമ്പോൾ പലതും തരും ആളുകൾ. കഴിക്കരുത്, വയറ് നമ്മുടേതാണ്. എൻ്റെ തടി കണ്ടോ, ഞാൻ എത്ര ആരോഗ്യവാനായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ സുഹൃത്തിൻ്റെ ഭാര്യ കൊണ്ടുവന്നിട്ട് വിളമ്പിയപ്പോൾ അയാൾ പറഞ്ഞു, വേണ്ട. വളരെ കർക്കശമായ സ്വരത്തിൽ, വിരുന്നാണെന്ന് കരുതിയിട്ട് വാരി വലിച്ച് കഴിക്കണമെന്നില്ല, വേണ്ട എനിക്ക് മതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു പനി പോലും എനിക്ക് വന്നിട്ടില്ല. ശ്രദ്ധിക്കണം, ഞാൻ പറയാൻ പോണ വിഷയം വരണേ ഉള്ളൂ. ഒരു പനി പോലും എനിക്ക് വന്നിട്ടില്ല, ഞാൻ നല്ല ആരോഗ്യവാനാണ്. അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത് മദ്യപിക്കൂല, പുക വലിക്കൂല എന്നാണ്. അപ്പോൾ സിനിമാ ഫീൽഡിലും അങ്ങനെയുള്ളവർ ഉണ്ടാവാന്നർത്ഥം. മദ്യപാനില്ല, പുകവലില്ല. മുഹമ്മദ് റാഫി എന്ന വലിയൊരു ഗായകൻ ഉണ്ടായിരുന്നു, വിശ്വഗായകൻ. അദ്ദേഹം മദ്യപാനം പോയിട്ട് സിഗരറ്റ് പോലും ചുണ്ടിൽ വെക്കില്ലായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും വെറുപ്പുള്ള പണി സിനിമ കാണലായിരുന്നു. മുഹമ്മദ് റാഫിക്ക് അദ്ദേഹം പാടിയ ഗാനങ്ങളുടെ സിനിമ പോലും ഇറങ്ങിയാൽ അതിൻ്റെ കാസറ്റ് ചോദിച്ചു വാങ്ങും, സിനിമ കാണാൻ പോവില്ല. ഇതൊക്കെ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടതാ. തറാവീഹിന് ഒരൊറ്റ രാത്രി മുടങ്ങാതെ നമസ്കരിക്കുമായിരുന്നു മുഹമ്മദ് റഫീ സാഹിബ് മർഹൂം. അതിരിക്കട്ടെ, പക്ഷെ അതൊക്കെ ഫീൽഡ് മോശമാണ് കേട്ടോ, അതിനെപ്പറ്റിയൊന്നും യാതൊരു സംശയം ആർക്കും വേണ്ട.
ഞാൻ മനുഷ്യന്മാരെ പറ്റിയാണ് സൂചിപ്പിക്കേണ്ടത്. പക്ഷെ മരിച്ചു പോയാലും ഞാൻ ദുഷിപ്പിക്കില്ല. അതെൻ്റെ ഒരു സ്വഭാവമാണ്. പ്രേം നസീർ ആയാലും ശരി, മുഹമ്മദ് റാഫി ആയാലും ശരി, മരിച്ചു പോയാൽ ഞാൻ ആക്ഷേപിക്കില്ല. അതെൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ നന്മകൾ മാത്രം എടുത്തു പറയുക. മരിച്ചു പോയവന് തെറി പറയലൊക്കെ ഈ സമുദായത്തിൽ വേറെ എവിടുന്ന് പഠിച്ചതാണ്. ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നു, അദ്ദേഹം മരിച്ചു പോയാലും മലയാളിയുടെ ചോരയിൽ നസീറുണ്ടാകും. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പം സ്ഥിതി എന്താ? അയാളെ സിനിമ വന്നാൽ മനുഷ്യൻ കൂക്കും. അതാണ്. അപ്പം എവിടെ ഈ നേടിയതൊക്കെ? ഭൗതിക ലോകത്തുള്ള നേട്ടങ്ങൾ മരണത്തിന് ശേഷം മനുഷ്യന് എവിടെയെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടോ? അതെന്തുകൊണ്ട് സംഭവിച്ചു? നിങ്ങൾ ആലോചിക്കണം. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം സമമാണ്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം സമമാണ്. മരണത്തോടുകൂടി മനുഷ്യന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ മാത്രമല്ല അവസാനിക്കുന്നത്, അവൻ്റെ എല്ലാം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. എല്ലാം അവസാനിച്ചിട്ട് അവനൊരു യാത്ര പോവുകയാണ് പള്ളിക്കാട്ടിലേക്ക്. പള്ളിക്കാട്ടിലേക്കുള്ള ആ യാത്രയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇന്നൊക്കെ നമ്മളൊക്കെ പല ആളുകളും ലൈലത്തുൽ ഖദറിന്റെ വെള്ളിയാഴ്ച ഒത്തുവന്ന ഈ ദിവസം പള്ളിക്കാടുകളിൽ പോയി മാതാപിതാക്കളുടെ ഖബറിന്റെ അരികെ വന്ന് നിന്നവർ ഈ സദസ്സിലുണ്ടാകുമല്ലോ. അസ്സലാമു അലൈക്കും യാ വാലിദി, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, എൻ്റെ ഉമ്മ നിങ്ങൾക്ക് സലാം. നിങ്ങൾ എന്നെ ഗർഭത്തിൽ കൊണ്ട് നടന്നവരാണ്, നിങ്ങൾ എന്നെ മുലയൂട്ടിയവരാണ്, നിങ്ങൾ എന്നെ കൊണ്ട് നടന്നവരാണ്. പക്ഷേ നിങ്ങൾ എന്നോട് വിട പറഞ്ഞു പോയതാണ്. നിങ്ങൾ എന്നോടൊരു പ്രഭാതത്തിൽ വിട പറഞ്ഞു പോയി. വേറെ ഒരു പ്രഭാതത്തിൽ ആഖിറത്തിൽ അങ്ങേ ഉമ്മ ഞാൻ കണ്ടുമുട്ടേണ്ടവനാണ്. അസ്സലാമു അലൈക്കും യാ ഉമ്മീ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹു അനുഗ്രഹിച്ചാൽ നമ്മൾ തമ്മിൽ ചേരുന്നതാണുമ്മ, നമ്മൾ തമ്മിൽ ചേരുന്നതാണുപ്പാ. പള്ളിക്കാട്ടിലെ പൂക്കൾ നമ്മെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. പള്ളിക്കാട്ടിലെ നെച്ചിപ്പൂവും പള്ളിക്കാട്ടിലെ അപ്പകളും പള്ളിക്കാട്ടിലെ മൈലാഞ്ചിപ്പൂവും സീസൺ വന്നാൽ പള്ളിക്കാട്ടിലെ മൈലാഞ്ചിക്ക് എന്തോ ഒരു ചിരിയാണ്. പള്ളിക്കാട്ടിലെ മൈലാഞ്ചിപ്പൂ ചിരിക്കുമ്പോഴൊക്കെ എനിക്കൊരു ബേജാറാണ്. അതൊരു കൊലച്ചിരിയാണ്. എന്താണ് ആ കൊലച്ചിരി? ദാ ഞാനിപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത് എൻ്റെ അടിയിൽ ഒരുത്തൻ കിടക്കണുണ്ട്. അവൻ്റെ മജ്ജയിൽ നിന്ന്, അവൻ്റെ മാംസത്തിൽ നിന്ന്, അവൻ്റെ തലച്ചോറിൽ നിന്ന് വളം വലിച്ചെടുത്തുകൊണ്ടാണ് എൻ്റെ പൂക്കൾ വിരിഞ്ഞിട്ടുള്ളത്. ജൂം കേട്ട് വാ എന്നാണ് ആ ചിരിൻ്റെ അർത്ഥം. നാളെ ജൂം വരും. ചിരിച്ച് ചിരിച്ച് മയക്കണ ചിരിയില്ലേ, ആ ചിരിയാണ് പള്ളിക്കാട്ടിലെ മൈലാഞ്ചിപ്പൂവിൻ്റെ ചിരി. നാളെ നീയും വന്നീ പള്ളിക്കാട്ടിൽ കിടക്കേണ്ടി വരും. ഖബറിനെ ഓർക്കണം, ഖബറിലേക്ക് പോകുന്ന നിമിഷം ഓർക്കണം, മരണത്തിൻ്റെ വേദനയെ ഓർക്കണം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഹുജ്ജത്തുൽ ഇസ്ലാം സയ്യിദുനാ ഇമാം ഗസ്സാലി റഹിമഹുല്ലാ പറയുകയാണ്, മരണത്തിൻ്റെ വേദന വേറെ ഏത് വേദനയേക്കാളും ഭയങ്കരമാണ്. കയ്യിൻ്റെ ഇവിടെ ഒരു മുള്ളു കുത്തിയാൽ ഇവിടെ മാത്രമേ വേദന ഉണ്ടാവുള്ളൂ. കയ്യിൻ്റെ ഒരു വിരലിൻ്റെ ഒരു അറ്റത്ത് മുള്ളു കുത്തിയാൽ അവിടെ മാത്രമേ വേദനിക്കുള്ളൂ. റൂഹ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ റൂഹാകെ പോവുകയാണ്. അതുകൊണ്ട് ആകെ കൂടി വേദനയാണ്. പറയാൻ വേണ്ടി ആഗ്രഹിക്കും, ഇതാ ഞാൻ വേദനിക്കുന്നു, എനിക്ക് ദാഹമാണ്, എന്തോ ഒരു കടച്ചിലാണ്. പറയാൻ ആഗ്രഹിക്കുമ്പോഴേക്ക് നാവനങ്ങാതെയാകുന്നു, കണ്ണതാടഞ്ഞു പോകുന്നു, കാതതാടഞ്ഞു പോകുന്നു. ഒടുക്കത്തെ സന്ധ്യേ നിന്നോട് വടാ, ഒടുക്കത്തെ പ്രഭാതമേ നിന്നോട് വടാ, എൻ്റെ ഭാര്യാമണിയെ നിന്നോട് വടാ, എൻ്റെ ഓമന മക്കളെ നിങ്ങളോട് വടാ. നമുക്ക് ഭാവിയുണ്ടെങ്കിൽ പിന്നെ ആഖിറത്തിൽ കണ്ടെത്താം. ഇല്ല, സാധ്യമല്ല, ഞാനിതാ പോകുന്നു, നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് എന്ത് കാര്യം? ഇനി ഒരു സദ്യ നിങ്ങളുടെ കൂടെ ഉണ്ണാൻ ഞാനില്ല, ഇനി ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ ഞാനില്ല, ഇനി ഒരു നോമ്പ് തുറക്ക് ഞാൻ നിങ്ങളോടൊപ്പമില്ല. ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്. ഞാനിതാ ഇവിടെ ചോദിക്കുകയാണ്. അപ്പോഴേക്ക് അസ്രായീൽ ഇങ്ങനെ ഒരുങ്ങി അടുത്ത് വന്നിട്ടുണ്ടാകും. അസ്രായീൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് മാത്രമാണ് ചോദിച്ചത്, റസൂലേ, നിങ്ങളുടെ റൂഹിനെ പിടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, അള്ളാഹു പറഞ്ഞയച്ചിരിക്കുന്നു, അനുമതി തരണേ ഹബീബേ. അങ്ങനെ ഒരാളോട് മാത്രമേ അസ്രായീൽ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒരുത്തനോടും ചോദിച്ചിട്ടില്ല. ചോദിക്കുന്ന പ്രശ്നമില്ല. ഒരു വരലും ഒരു പിടുത്തവുമല്ലാതെ അസ്രായീൽ അനുമതിക്ക് വേണ്ടി, പെർമിഷന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ലോകം പടക്കപ്പെടാൻ കാരണഭൂതരായ ഹബീബായതുകൊണ്ട് അസ്രായീൽ പറഞ്ഞു, റസൂലേ, അങ്ങ് അനുമതി നൽകിയാൽ അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു.
അസ്രായീൽ ഒരിക്കൽ ഇബ്രാഹിം നബിയുടെ മുമ്പിൽ വന്ന് നിന്നു. ഇബ്രാഹിം നബി ചോദിച്ചു, അസ്രായീൽ, നിങ്ങളുടെ ആ കോലം എനിക്കൊന്ന് കാണണം, നിങ്ങൾ റൂഹിനെ പിടിക്കുന്ന കോലം എനിക്കൊന്ന് കാണണം. മരിക്കാൻ പോകുന്നവന്റെ മുമ്പിൽ അസ്രായീലെ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയെന്ന് എനിക്കൊന്ന് കാണണം. മുഖറബായ മലക്ക് അസ്രായീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു. അസ്രായീൽ ചോദിക്കുന്നു, ഇബ്രാഹിം വേണോ ഇബ്രാഹിം നബിയെ, നിങ്ങൾക്കത് കാണണോ? കാണണം, എനിക്കൊരാഗ്രഹമാണ്. നിങ്ങൾ എൻ്റെ റൂഹ് പിടിക്കാൻ വരുന്ന കഥയെങ്കിലും എനിക്കൊന്ന് മുൻകൂട്ടി മനസ്സിലാക്കാമല്ലോ. എങ്കിൽ ഇബ്രാഹിം നബി അസ്രായീൽ പറയുകയാണ്, ഇബ്രാഹിം നബിയെ അങ്ങൊന്ന് കണ്ണടക്കുക. ഇബ്രാഹിം നബി കണ്ണടച്ചൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അസ്രായീൽ പറഞ്ഞു, തുറക്കാൻ പറഞ്ഞു. ഇതാ ഞാൻ ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ റൂഹിനെ പിടിക്കുക. എന്തോ ഒരു സുന്ദരനായ അസ്രായീൽ, എന്തോ ഒരു ചുറുക്കുള്ള അസ്രായീൽ, സുഗന്ധം ചുറ്റുപാടും വീശുകയാണ്, ലോകമാസകലം സുഗന്ധം കൊണ്ട് നിറയുകയാണ്. ആ നേരത്ത് ഭാര്യയെ വിടാൻ ആർക്കെങ്കിലും മടിയുണ്ടാകുമോ? ആ നേരത്ത് മക്കളെ വിടാൻ മടിയുണ്ടാകുമോ? അസ്രായീലിൻ്റെ ചിരി കണ്ടപ്പോഴേക്ക് ഭൂമി മറന്നു, തെങ്ങുംതോപ്പ് മറന്നു, മക്കളെ മറന്നു, ഭാര്യയെ മറന്നു. ഇനി ആഖിറം മതി, ഇനി ആ സ്വർഗലോകം മതി, ഇനി എൻ്റെ റബ്ബിൻ്റെ ലിഖാഅ് മതി, ഇനി സഹാബത്തിൻ്റെ മുമ്പിൽ പൂർണ്ണചന്ദ്രനായിരിക്കുന്ന മുഹമ്മദ് മദി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് അസ്രായീൽ പറഞ്ഞു, ഇനി ഒന്നുകൂടി കണ്ണടക്കണം ഇബ്രാഹിം. ഇബ്രാഹിം നബിയോട് പറഞ്ഞു കണ്ണടക്കാൻ. ഇബ്രാഹിം നബി കണ്ണ് തുറക്കാൻ പറഞ്ഞു. കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, നോക്കുക. ഇബ്രാഹിം നബി ഞെട്ടി. അതാ കണ്ണിൽ നിന്ന് തീ പറക്കുന്നു. അസ്രായീലിന്റെ കണ്ണിൽ നിന്ന്, രണ്ട് കണ്ണിൽ നിന്നും തീജ്വാലകൾ. ഇബ്രാഹിം നബി ഞെട്ടിത്തെറിച്ചു പോയി. ഭീകരമായ ഒരു കോലം, കറുത്തിരുണ്ട കോലം, നരകത്തിന്റെ അഗ്നിജ്വാലകളെ പോലെ അസ്രായീലിന്റെ രണ്ട് കണ്ണിൽ നിന്നും തീപന്തങ്ങൾ പറക്കുകയാണ്. ഇബ്രാഹിം പറഞ്ഞു, വേണ്ട അസ്രായീൽ, മതി അസ്രായീൽ, കാണണ്ട അസ്രായീൽ, ഈ കോലം എനിക്ക് മടുത്തു അസ്രായീൽ. ഇത് തന്നെ പോരെ അസ്രായീലെ ഒരു കാഫിറിന്റെ ശിക്ഷക്ക്? അള്ളാഹുവിന്റെ ആജ്ഞകൾ തെറ്റി നടക്കുന്നവന് എന്തിനാണൊരു നരകം? ഇത് തന്നെ കണ്ടാൽ അവന്റെ കഥ എന്താണ്? ഇത് തന്നെ കണ്ടാൽ അവൻ ദഹിച്ചു പോവുകയില്ലേ എന്ന് അസ്രായീൽ അലൈഹിസ്സലാം സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയുകയാണ്. അതാണ് റൂഹ് പിടിക്കുന്ന നേരം. ആ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തെ പറ്റിയാണ് ഇമാം ഗസ്സാലി നീണ്ട ഒരു ഉപന്യാസം എഴുതിയിട്ടുണ്ട്, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ലാ. അതിൽ പറയുന്നു, ആ നേരത്ത് റൂഹ് പിടിക്കുന്ന നേരത്ത് മനുഷ്യന്റെ സ്ഥിതി വളരെ ഭയാനകമാണ്. കയ്യിൽ നിന്നതാ പോകുന്ന വേദന, കാലിലൂടെ തുടങ്ങുന്നു, അപ്പോഴേക്ക് കണ്ണിൽ, അപ്പോഴേക്ക് നെറ്റിത്തടത്തിൽ, അവസാനം ആ ജീവൻ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ശരീരം മുഴുവൻ ഇങ്ങനെ വേദനിക്കുകയാണ്. എന്തൊക്കെയോ പറയണമെന്ന് തോന്നും, എന്നെ വേദനിപ്പിക്കല്ലേ, ആരാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്ന് പറയാൻ തോന്നും. പക്ഷേ നാവടങ്ങുന്നു, കണ്ണടക്കുന്നു, ഒടുക്കത്തെ കാഴ്ചമതാ കാണുകയാണ്. പിന്നെ അതാ മരിച്ചു കഴിഞ്ഞു. കുറച്ച് അട്ടഹാസമാണ്, കുറെ നേരത്തേക്ക് കരച്ചിലാണ്. ബാപ്പാന്റെ മയ്യത്തിന്മേൽ മക്കൾ വീഴുകയാണ്, ഭർത്താവിൻ്റെ മയ്യത്തിന്മേൽ ഭാര്യ വീഴുകയാണ്. ആര് കരഞ്ഞിട്ട് എന്ത് കാര്യം? പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? എവിടാ ഇപ്പം എൻ്റെ സുഹൃത്ത് അസീസ്? എവിടാണ് എൻ്റെ സഹോദരൻ അബ്ദുൽ അസീസ്? ഖബറിൻ്റെ അടിയിലാ. കഴിഞ്ഞ റമദാന് ശേഷം എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ കാലിൻ്റെ അസുഖം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് പാണക്കാട്ടെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞയച്ചിട്ട് ഒരു വിദഗ്ധനെ കൊണ്ടുവന്നു. എൻ്റെ സ്നേഹ സഹോദരൻ അസീസ് എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഒരുപാട് തമാശ പറഞ്ഞു, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. നല്ലൊരു ചെറുപ്പക്കാരൻ. പെട്ടെന്നൊരു ദിവസം ഞാൻ കേട്ടു മരിച്ചുപോയി, ക്യാൻസറായി. മരിക്കണവരെ സമാധാനിയെ ചോദിച്ചു. ബന്ധുക്കൾ എവിടേക്കോ എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ എവിടെയോ പ്രസംഗിക്കാൻ പോയതായിരുന്നു, എത്തിപ്പെട്ടില്ല. എൻ്റെ ആ സഹോദരൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. മരണമേ മരണമേ നീ എന്നെ മാടി വിളിച്ചു. മരണം ഇങ്ങനെ മാടി വിളിക്കും, മരണം ഇങ്ങനെ കൂടെ ഉണ്ടാകും. സഹോദരാ, അത് മറക്കരുത്. നീ കള്ള് ഷാപ്പിൽ പോയിരിക്കുന്ന സഹോദരനാണെങ്കിൽ നീ ഒന്ന് ചിന്തിക്കണം, മരിച്ചു പോകുന്ന നേരത്ത് അസ്രായീൽ വന്ന് നിൽക്കുന്ന സമയത്ത് നിനക്കതെങ്ങനെ ദോഷം ചെയ്യും? നിനക്കെങ്ങനെയാണ് ഈ റസൂലിൻ്റെ സഭയിൽ പോയി നിൽക്കാൻ കഴിയുക? എല്ലാം കഴിഞ്ഞിട്ട് ആയുസ് അങ്ങനെ പോണ്. എത്ര കൊല്ലാന്ന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? കഴിഞ്ഞ കൊല്ലം റമദാനിൽ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കൊല്ലണ്ടോ? എൻ്റെ അനുഭവം ഞാൻ പറയാം, ഒരുപാട് ആൾ പോയി, കുറച്ചൊന്നുമല്ല. എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾ കഴിഞ്ഞൊരു കൊല്ലത്തിനിടയിൽ മരിച്ചുപോയി. അടുത്തൊരു കൊല്ലത്തിനിടയിൽ ആരൊക്കെയാണ് ലൈലത്തുൽ ഖദറിൽ കണക്കാക്കപ്പെടുന്ന രാവിൽ എന്തൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ടാകും? അള്ളാഹു എന്തൊക്കെ മഹത്തായ കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടാകും? പ്രിയപ്പെട്ട സഹോദരന്മാരെ,
ഏതായിരുന്നാലും മരണത്തിൻ്റെ സംഗതി ആലോചിക്കുമ്പോഴേക്ക് ഏറ്റവും വലിയ ഭയം മനുഷ്യനെ പിടികൂടുന്നു. മരണത്തെക്കുറിച്ച് മാത്രം അവനൊന്നും പറയാൻ സാധ്യമല്ല. എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിഞ്ഞില്ല. മരിച്ചവരാരും പോയി തിരിച്ചു വന്നിട്ടില്ല. അസ്രായീൽ അലൈഹിസ്സലാമിൻ്റെ വിളിക്കുത്തരം നൽകിയവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പറയും മയ്യിത്ത്. പിന്നെ സമാധാനമൊന്നുമില്ല, പോയി മയ്യിത്ത്. മയ്യിത്ത് എപ്പോഴാ എടുക്കണ്? മയ്യിത്ത് എപ്പോഴാ കുളിപ്പിച്ചെടുത്തിക്കണ്? കോടീശ്വരനായിരിക്കാം, പ്രമാണിയായിരിക്കാം, രാജാവായിരിക്കാം, പ്രധാനമന്ത്രി ആയിരിക്കാം, ആരാണെങ്കിലും ശരി. മയ്യിത്ത് എപ്പോഴാ എടുക്കണ്? ജനാസ എപ്പോഴാ എടുക്കണ്? എപ്പോഴാ ഇറക്കണ്? എപ്പോഴാ കുളിപ്പിക്കാൻ എടുത്തു വെക്കുന്നത്? കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോഴേക്കതാ പള്ളിയിൽ നിന്ന് കട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. 6 കാലുള്ള കട്ടിലിലൂടെ ഒരു യാത്ര പോവുകയാണ്. ഇന്നലെ വരെ പിണങ്ങിയവൻ പോലും ഇന്ന് വന്നിരിക്കുകയാണ്. ക്യാ ഹെ ദസ്തൂറെ ദുനിയാ ഖുദാറാ, ക്യാ ഹെ ദസ്തൂറെ ദുനിയാ ഖുദാറാ, മർത്തെ ദം തക് കിസി ने न पूछा, बाद मरने को मैयत को मेरी लोग सर पे उठाए हुए हैं, क्या है दस्तूर दुनिया खुदारा. ഈ ദുനിയാവിൻ്റെ നിയമം എത്ര വിചിത്രമാണ്. മർത്തദം തക് കിസീനെ ന പൂച്ച. ഞാൻ മരിക്കുന്ന ദിവസം വരെ ആരും എൻ്റെ കഥ വന്നൊന്ന് ചോദിച്ചില്ല. മരിക്കുന്നവരെ ഞാൻ കഞ്ഞി കുടിച്ചോ എന്നാരും അന്വേഷിച്ചില്ല. ഞാൻ മരിച്ചപ്പോഴോ ബാദ് മർനെ കോ മയ്യത്ത് കോ മേരി ലോഗ് സർ പേ ഉഠായേ ഹുവേ ഹേ. ഞാൻ മരിച്ചപ്പോൾ ജനങ്ങൾ എൻ്റെ മയ്യത്തും കട്ടിൽ തലയിൽ കയറ്റി എന്നെ ബഹുമാനിച്ചിരിക്കുകയാണ്. മരിക്കണവരെ തിരിഞ്ഞു നോക്കാത്തവൻ പോലും മരിച്ചപ്പോൾ കട്ടിലെടുക്കാൻ വന്നിരിക്കണു. ഇന്നലെ വരെ പിണങ്ങി നിന്നവനും ഇന്ന് വന്നിരിക്കുകയാണ്. പിണങ്ങി നിന്നവനും വന്നിരിക്കുകയാണ്. ശവപ്പറമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓർക്കണം, എന്തൊക്കെ മോഹങ്ങളാണ് ആ ഖബറടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്നത്. കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ്റെ മയ്യിത്താണ് ഈ ഖബറിലെങ്കിൽ കല്യാണം കഴിക്കപ്പെടാനുള്ള ഒരു മോഹമല്ലയോ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. രോഗം മാറാൻ ആഗ്രഹിച്ചവൻ്റെ മയ്യിത്താണതെങ്കിൽ രോഗം മാറേണ്ട മയ്യിത്തല്ലയോ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ മോഹങ്ങളും അവസാനം പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുകയാണ്. അവസാനം കഫൻ തുണി കൊണ്ടുപോയിട്ട് മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം പടച്ചത്, അതിൽ നിന്നാണ് നിങ്ങളെ നാം പടച്ചത്, അതിലേക്കാണ് നിങ്ങളെ നാം മടക്കുന്നത്, അതിൽ നിന്ന് നിങ്ങളെ നാം വീണ്ടും പുറപ്പെടുവിക്കുകയും ചെയ്യും. നാളെ ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ കൂണുകൾ പോലെ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഇസ്രാഫീൽ സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരും കൂണുകൾ പോലെ പൊട്ടിമുളച്ചെഴുന്നേൽക്കുമ്പോൾ ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നവൻ ഞാനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം പൊള്ളു പറയാത്ത സത്യം മാത്രം പറഞ്ഞ മുഖ്ബിറെ സാദിഖ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. കഫൻ തുണിയായിട്ട് ഇങ്ങനെ ഖബറിൽ പോയി കിടക്കുമ്പോൾ എന്തൊക്കെ തോന്നും? ഒരു മഹാനായ മനുഷ്യൻ എഴുതി വെച്ച കവിതയിൽ പറയാൻ, ഞാനിങ്ങനെ ഖബറിൽ പോയി കിടക്കുമ്പോൾ ഞാൻ പറയും, എന്ത് പറയും? ദാഗ് ലഗ്നെ ന പായേ കഫൻ കോ ഏ ലഹദ് അപ്നി മിട്ടി സെ കഹ ദോ, ദാഗ് ലഗ്നെ ന പായേ കഫൻ കോ ആജ് ഹി ഹംനെ ബദലേ ഹെ കപടേ ആജ് ഹി ഹം നഹായേ ഹുവേ ഹേ. ഇന്നാണ് ഞാൻ മരിച്ചത്, ഇന്നാണ് ഞാൻ കുളിച്ചത്, ഇന്നാണ് ഞാൻ മരിച്ചത്, ഇന്നാണ് ആൾക്കാർ എന്നെ കുളിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ ഈ പുത്തൻ കഫൻ പുടിയിൽ നീ ചളിയാക്കരുതെന്ന് ഞാൻ എൻ്റെ ഖബറിടത്തോട് പറയുമെന്നൊരു മഹാനായ മഹാകവി കുറിച്ചു വെച്ചു. വേറൊരാൾ പറയാണ്, ഉസ്നെ ഷാദി ക ജോഡാ പെഹൻ കർ, ഉസ്നെ ഷാദി ക ജോഡാ പെഹൻ കർ സിർഫ് ചുമ്മാ ഥ മേരേ കഫൻ കോ. എൻ്റെ ഭാര്യ ഞാൻ മരിച്ചെന്ന് കേട്ടപ്പോൾ എൻ്റെ മേല് വന്നിട്ട് ചുമ്മാത്ത, അവൾ എന്നെ ചുംബിക്കുകയാണ്. ഒടുക്കത്തെ ചുംബനം പോകുന്നു എൻ്റെ ഭർത്താവേ, നിങ്ങളുടെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയവളാണ് ഞാൻ. ഇതാ ഒടുക്കത്തെ വട അവൾ എനിക്ക് വട നൽകുകയാണ്. ബസ്. പക്ഷെ അവൾക്കറിയില്ല, ഉസീ ദിൻ സെ ജന്നത്ത് കെ ഹൂറേ മുജ്കോ ദൂല ബനായാ ഹുവേ ഥേ. പക്ഷെ സ്വർഗത്തിലെ ഹൂറിമാറി എന്നെ പുതിയാപ്പിളാക്കിയ വർത്താനുണ്ട് അവൾ അറിയണു. അവിടെ എന്നെ ചമയിക്കാണ് സ്വർഗത്തിൽ. അതുണ്ടോ ഇവളറിയണം? അങ്ങനെ മരിക്കണം, അതാണ് ഭാഗ്യമുള്ള മരണം. ഇവിടെ ഭാര്യ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അവിടെ ഒരു പുതിയാപ്പിള ചമയിക്കല്.
പുതിയാപ്പിള ചമയിക്കും, യാതൊരു സംശയവുമില്ല. നല്ല മനുഷ്യന്റെ റൂഹാണ് പിടിച്ചതെങ്കിൽ അസ്രായീൽ അലൈഹിസ്സലാം ആ റൂഹുമായിട്ട് മാനത്തേക്ക് പറന്നു പോകുമ്പോൾ നെയ്യിൽ നിന്ന് വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്ന മാതിരിയാണ് ആ റൂഹിനെ പിടിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ റൂഹുമായിട്ട് ആകാശത്തേക്ക് അസ്രായീൽ പറക്കുമ്പോൾ വാനലോകവും ഭൂമിലോകവും സുഗന്ധം കൊണ്ട് നിറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ആളുകൾ ചോദിക്കും, അസ്രായീലേ ഇതാരാ റൂഹ? എന്തോ ഒരു മണം, എന്തോ ഒരു പരിമളം, ആരാ മരിച്ചത്? അസ്രായീൽ ഭൂമിയിൽ വെച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല പേരുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തും. പേര് നന്നാകണം എന്നുള്ളത് ആ കൂട്ടത്തിൽ കൂടി ഞാൻ പറയാണ്. അസ്രായീൽ മലക്കുകളോട് പറയും, ഇത് ഇന്ന ഇന്ന അബ്ദുൽ ഖാദിറിൻ്റെ റൂഹാണ്, ഇത് ഇന്ന ഇന്ന മുഹമ്മദ് മുസ്തഫയുടെ റൂഹാണ്, ഇത് ഇന്ന ഇന്ന അഹമ്മദിൻ്റെ റൂഹാണ്, ഇത് ഇന്ന അബൂബക്കറിൻ്റെ റൂഹാണ്. ഇന്ന് പിന്നെ അങ്ങനൊന്നുമല്ല. ഇന്ന് പേരൊക്കെ വലിയ അത്ഭുതമുള്ള പേരാ. ഈയിടെ ഒരു ഗൾഫിൽ നിന്ന് വന്ന സുഹൃത്ത് വലിയ നിർബന്ധം, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് വരെ ഒന്ന് പോകണം. ഈ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഈ എന്തോ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സംസാരം കേട്ടത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലണമെന്നൊരാഗ്രഹം. പോയി, വളരെ ബുദ്ധിമുട്ടി പോകാൻ, കഷ്ടപ്പെട്ടിട്ടാണ് എത്തിയത്. വീട് കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടി. അദ്ദേഹത്തിൻ്റെ കൂടെ അല്ല പോയത്. ഒരു ദിവസം പറഞ്ഞിട്ട് പോയി ചെന്ന് നോക്കി. വീട്ടിന് അദ്ദേഹം ഒരു പേരിട്ടിരിക്കുന്നു. ആ പേര് ഞാൻ നോക്കി. അതിനുശേഷം അദ്ദേഹം സ്വന്തം കുട്ടിയെ പരിചയപ്പെടുത്തി തന്നു. ഒരു ചൊങ്കുള്ള പെൺകുട്ടി, ഒരു കുഞ്ഞുമോള്, 2 വയസ്സുള്ളൊരു കുട്ടി. ഞാൻ എവിടെ പോയാലും കുട്ടികളെ കണ്ടാൽ കുട്ടികളുടെ പേര് ചോദിക്കും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. എന്തിനാന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാൻ തന്നെയാണ്. ഈ പുതിയ ഗൾഫ് പരിഷ്കാരം കൊണ്ട് മാപ്പിളൻ്റെയും പെണ്ണുങ്ങളുടെയും പേരിൻ്റെ 2 അക്ഷരം കൂട്ടിയിട്ട് 3ാമതൊരു അക്ഷരം കൂടിയും കൂട്ടിയൊരിടലുണ്ട്. അല്ലാത്തൊരു പേരിടലാണ്. ആ പേരിട്ട പല അവസരങ്ങളുണ്ട്. വളരെ മോശപ്പെട്ട പേരായിരിക്കും കുട്ടിക്ക് വരിക. വിവരം വേണ്ടേ? ഈയിടെ ഒരു കുട്ടിക്ക് പേരിട്ടു. എൻ്റെ സഹോദരന്മാർ ക്ഷമിക്കണം, സദസ്സിലുള്ള മഹാന്മാർ ക്ഷമിക്കണം. സാനിയ. നല്ല രസമുള്ള പേര്, സാനിയ. ആദ്യം ഇസഡാണ് ഇംഗ്ലീഷിലെ അക്ഷരം. ഉച്ചാരണം കേൾക്കാനും മധുരമുള്ള ഒരു സ്വരമാണ്. സാനിയ. ഒരു കുഴപ്പമില്ല. പേരെന്താണെന്നറിയോ? തേവിടിശി. ഇതുണ്ടായ സംഭവ. വിവരക്കേടിനൊക്കെ ഒരു അറ്റം വേണം. അറിയില്ലെങ്കിൽ ചോദിക്കണം ആരോടെങ്കിലും. ചരിത്രത്തിലുണ്ട് മഹാന്മാരുടെ പേര്, മഹദികളുടെ പേര് ഇടൂല. അപ്പോൾ ഈ വീട്ടിൽ പോയി ഞാൻ ഈ കുട്ടിയോട് പേര് ചോദിച്ചു, എന്താ മോളെ പേര് എന്ന് പറഞ്ഞു. പേര് അപ്പോൾ കുട്ടി പറഞ്ഞതിന് മുമ്പ് വാപ്പ പറഞ്ഞു, ചെറുപ്പക്കാരൻ, പേര് ഞാൻ പറയാം, പേര് മിറാഷ്. മിറാഷ് എന്ന് പറഞ്ഞ റോക്കറ്റിൻ്റെ പേരാണ്. കുട്ടിക്ക് പേരിട്ടതാണേ മിറാഷ്. ഈ സമുദായം എവിടെയുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. ഞാൻ ഉടനെ ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, നല്ല പേര്, പക്ഷേ പെൺകുട്ടിയാണല്ലോ, നമുക്ക് കെട്ടിക്കണ്ടേ? കെട്ടിക്കണം, ഘോഷായിട്ട് കെട്ടിക്കണം. കെട്ടിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കണം, എൻ്റെ മകൾ മിറാഷ് എന്നവളെ ഇത്ര മഹറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇണയാക്കി കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മിറാഷ് എന്നാ ഒരു മനുഷ്യൻ്റെ പേരെങ്കിലും ഇടണ്ടേന്ന്. റോക്കറ്റിൻ്റെ പേരേ കുട്ടിക്കേ. എവിടെ എത്തി മനുഷ്യൻ? പട്ടിക്കുട്ടിയെ വളർത്തുക, മടിയിൽ വെച്ച് വളർത്തുന്ന കാലല്ലേ ഇപ്പോൾ. പട്ടിക്കുട്ടി അതെങ്ങനെ കാറിൽ വെച്ച് കൊണ്ടുപോവുക, മാഡമിൻ്റെ മടിയിൽ പട്ടി, അങ്ങനെയാണ്. എവിടെ എത്തി മനുഷ്യൻ? ചിന്തിച്ചു നോക്കണം. ഒരു ദിവസം 100 രൂപ, 150 രൂപ, 300 രൂപയൊക്കെ പട്ടിയെ വളർത്താൻ വേണ്ടി ചെലവഴിക്കുന്ന ഒരു കോഴിക്കോട്ടുണ്ട്. ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയ്ക്കൊന്നും പോണ്ട. അവരൊക്കെയാണ് ആദ്യം വെടിവെച്ച് ചൊല്ലേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കോടാനുകൂടി മനുഷ്യന്മാരെ വീടില്ലാതെ പട്ടിണി കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. വിവരമുണ്ടോ? അവിടെയാണ് പട്ടിക്ക് ദിവസം 300, 400, 500 കൊടുക്കുന്നത്. ഇവിടെ ഒരു സോഷ്യലിസവും വന്നിട്ടില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നിട്ടില്ല. അത് വന്നാൽ ആദ്യം ചെയ്യേണ്ട പണി പട്ടിക്ക് കൊടുക്കുന്ന ആഹാരം മനുഷ്യന്റെ കുട്ടിക്ക് കൊടുക്കാൻ നടപടി സ്വീകരിക്കണം. അതാണ് ജനാധിപത്യം. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ ഒരു സ്റ്റൈല് വരികയാണെങ്കിൽ അവിടെ മനുഷ്യനാണ് വില. പ്രിയപ്പെട്ടവരെ, അപ്പം പേരിടുമ്പോഴും ശ്രദ്ധിക്കണം. അസ്രായീൽ നമ്മെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന പേര് നല്ല പേരായിരിക്കണം. ആ റൂഹ് അങ്ങനെ മുന്നോട്ട് പോയി ഓരോ ആകാശത്തിൻ്റെയും വാതിലുകൾ ആ റൂഹിന് വേണ്ടി തുറന്നു കൊടുക്കും മലായിക്കത്തെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. അവസാനം അള്ളാഹുവിൻ്റെ അടുക്കലെത്തും. അള്ളാഹു പറയും, ആ നല്ല ഏടിൽ എൻ്റെ ഈ അടിമയുടെ സൽകൃത്യങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോഴേക്ക് ഇവിടെ കുളിപ്പിക്കൽ കഴിഞ്ഞു. ഇതൊക്കെ നടക്കുമ്പോഴാണ് അവിടെ ഈ റൂഹിനെ കൊണ്ടുപോയി നടന്നത്.
മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ പരുത്തിയിലൂടെ ഇരുമ്പിൻ്റെ കൊളുത്തിട്ട് വലിക്കുന്ന പോലെ അവൻ്റെ റൂഹ് പിടിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ. അങ്ങനെ അവനെ കൊണ്ടുപോകുമ്പോൾ അവൻ പറയും, എന്നെ കൊല്ലല്ലേ, എന്നെ മരിപ്പിക്കല്ലേ എന്ന്. ദുർഗന്ധം വാനലോകവും ഭൂമി ലോകവും നിറയും. ആകാശത്തേക്ക് അവൻ എത്തുമ്പോഴേക്ക് ആ മലായികത്ത് ചോദിക്കും, അസ്രായീലേ, ഇതാരുടെ റൂഹാണ്? ഭൂമിയിൽ അവൻ്റെ വൃത്തികെട്ട പേര് കൊണ്ട് അവനെ പരിചയപ്പെടുത്തും. അള്ളാഹു പറയുന്നു, കാണണ്ട കാണണ്ട, അങ്ങറിയുക, വലിച്ചെറിയുക. അവൻ്റെ റൂഹിനെ അജ്ഞാതമായ പ്രേതം പോലെ മലായികത്ത് വലിച്ചെറിയുമ്പോൾ അത് ഭൂമിയിലെത്തുന്നു. അപ്പോഴേക്ക് നമ്മൾ മയ്യത്തും കട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. മൂനായ മനുഷ്യൻ്റെ മുമ്പിൽ ഖബറതാ വിശാലമാകുന്നു. അവിടെ അതാ നല്ല നല്ല വെള്ള വസ്ത്രം ധരിച്ച സുന്ദര കോലങ്ങൾ വന്നിരിക്കുന്നു. ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? മരിച്ചുപോയ മൂമിൻ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ് ഇത്ര സുന്ദരന്മാർ? അവർ പറയുന്നു, ഞങ്ങൾ നീ ചെയ്ത സാലിഹായ അമലുകളാണ്. നിന്റെ നമസ്കാരമാണ്, നിന്റെ നോമ്പാണ്, നിന്റെ സക്കാത്താണ്, നിന്റെ ഹജ്ജാണ്, നിന്റെ സദഖയാണ്, നീ പള്ളിക്ക് വേണ്ടി കൊടുത്ത ചില്ലാനമാണ്, നീ മസ്ജിദിന് വേണ്ടി കൊടുത്ത നോട്ടിൻ്റെ കെട്ടാണ്, നീ റബ്ബിന് വേണ്ടി ചെലവഴിച്ചതാണ്, നിന്റെ സദഖയാണെന്ന് പറയുന്നു. വൃത്തികെട്ടവൻ്റെ കാര്യത്തിലോ ഖബറതാ ഇടുങ്ങുന്നു, ഖബറിടമേ ഇടുങ്ങുക എന്ന് പറയുമ്പോഴേക്ക് ഖബറവനെ ഞെക്കി ഞെരിഞ്ഞമർത്തുന്നു. കുറേ കരിമ്പൂതങ്ങളെപ്പോലെ, കരിക്കട്ട പോലെ കറുത്ത കോലങ്ങൾ വന്നവന് ചുറ്റും നിറയുന്നു. അവൻ പേടിച്ച് ബേജാറാകുന്നു. നിങ്ങളാരാണ്? എന്തിനാണ് എന്നെ പേടിപ്പിക്കുന്നത്? നിങ്ങളാരാണ് എന്ന് പറയുമ്പോഴേക്ക് ആ കോലങ്ങൾ പറയുന്നു ഖബറിൽ വെച്ച്, ഞങ്ങൾ നീ ചെയ്ത തെറ്റുകളാണ്, നിന്റെ പാപങ്ങൾ, നിന്റെ തിന്മകൾ. നീ റമദാനിനെ പരിഹസിച്ചവനാണ്, നീ നമസ്കാരം ഉപേക്ഷിച്ചവനാണ്, നീ റബ്ബിനെ ധിക്കരിച്ചവനാണ്, നീ റസൂലിനെ ധിക്കരിച്ചവനാണെന്ന് പറയുന്നു. പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഈ കഥ പറയുന്നു. ഖബറിൽ ഇതൊക്കെ നടക്കുമ്പോഴേക്ക് മയ്യിത്തുങ്കട്ടിൽ നമ്മൾ തലയിൽ ചുമക്കുകയാണ്. പരൻ വീതി ചുമ്മായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നാമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ, ഖബറെന്ന ഭയങ്കര വീട്ടിലെ. മാപ്പിളപ്പാട്ട് നല്ല കാലത്തുണ്ടായിരുന്നൊരു കാലത്തെ പാട്ടാണിത്. അന്ന് ഖബറിനെ പറ്റി മരണത്തെ പറ്റിയൊക്കെ പാടുക. ഇന്ന് അമ്മായിമ്മയും തരിവളി അപ്പും അതിലപ്പുറം ഒരു പാട്ടുമില്ല. അങ്ങനെയാണ്. ഞാൻ ഈയിടെ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോണ്ട്, ഒരാഴ്ച മുമ്പ് ജനാബ് എ വി മുഹമ്മദ് സാഹിബ് എടരിക്കോട്ട് അങ്ങാടിയിൽ നിൽക്കണം. ഈ പാട്ട് പാടിയ മനുഷ്യൻ, ഞാൻ ചെറുപ്പത്തിൽ കേൾക്കുന്ന ഈ പാട്ട്, എനിക്ക് ആ മനുഷ്യനോട് ഒരൊറ്റ സ്നേഹം, ഈ ഒരൊറ്റ ഗാനം പാടിയതാ. എന്തൊരു ഗാനമാണിത്! ഇങ്ങനത്തെ ഒരു ഗാനം മാപ്പിള സാഹിത്യത്തിൽ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ പറയും. ഞാൻ ഉടനെ വിളിച്ചു, എൻ്റെ ആവേശം കൊണ്ട് എ വി എന്ന് വിളിച്ചു. പിന്നെ എനിക്ക് തോന്നിപ്പോയ അതപകടായോ, പ്രായം ചെന്നൊരു മനുഷ്യൻ, ഒരു നല്ല ഗായകൻ, ഞാൻ അദ്ദേഹത്തെ പേരിൻ്റെ ഇനീഷ്യൽ കൂട്ടി വിളിച്ചത് ഒരു അതപകടായോ എന്ന് തോന്നി. പക്ഷെ അദ്ദേഹം കേട്ട് വന്നു. ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, എ വി എന്ന് വിളിച്ചത് പെട്ടെന്ന് എൻ്റെ ആവേശം കൊണ്ട് വിളിച്ചു പോയതാണ്, നിങ്ങൾ വരിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരുരങ്ങാടിക്ക് പോവാൻ എൻ്റെ കൂടെ വന്നു. വണ്ടി കയറി, മൈലാഞ്ചിട്ട മുടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജനാബ് എ വി മുഹമ്മദ് സാഹിബിനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പാട്ടൊന്ന് പാടുമെന്ന് ചോദിച്ചു. കാറിലിരുന്നിട്ട് ഇയാളങ്ങോട്ട് പാടാൻ തുടങ്ങി. ഡ്രൈവറൊക്കെ ആകെ അന്തം വിട്ടുപോയി. പരൻ വീതി ചുമ്മായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. അങ്ങനെ വേണം സാഹിത്യവും പാട്ടും ഒക്കെ. ഇന്ന് അങ്ങനല്ല. ഇന്ന് അമ്മായിമ്മ മൈലാഞ്ചി, അപ്പത്തരം, മൂതരട്ടത്, തരിവളക്കി ഇലിക്കിയത്, പൊട്ടിയത്, പൊട്ടിച്ചത്. ഓ, ഇതൊരിടങ്ങറാണ്. വേറൊന്നുമില്ല, ജീവിതം അവിടെ തന്നെ. വരിക്കച്ചക്ക തീറ്റിക്കാന്നും പറഞ്ഞ് കുപ്പിയിലാക്കിയില്ലേ, നിങ്ങൾ നമ്മളെ കുപ്പിയിലാക്കിയില്ലേ, പാട്ടായിപ്പോയി. അവിടെ വരിക്കച്ചക്കക്ക് ചക്കാന്നും അല്ല അർത്ഥം. ചക്ക എന്നാണെങ്കിൽ സഹിക്ക, കുറച്ച് മോശപ്പെട്ട അർത്ഥമാണ്, സദസ്സിൽ പറയാൻ പറ്റൂല. തെറി പാട്ടാക്കിയിട്ട് അത് വിറ്റിട്ടല്ലേ ഇവിടെ അവർ ജീവിക്കണത്. തെറി അതിനേക്കാളും നല്ലത് എരയമ്മൻ തമ്പിയാണ്. പ്രാണനാഥൻ എനിക്കു നൽകിയ പരമാനന്ദരസം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ അശ്ലീലം എഴുതിയ ആളാണ് എരയമ്മൻ തമ്പി. പക്ഷെ തമ്പി പോലും ഇങ്ങനെ എഴുതിയിട്ടില്ല. തമ്പി ഇത്തിരി മര്യാദ ഒക്കെ പാലിച്ചിരുന്നു. തമ്പി ഇത്തിരി ഒരു മറയോടെയാണ് വാക്കുകൾ ഉപയോഗിക്കുക. ഇവർക്ക് മറല്ല. മണിയറയിൽ എന്തൊക്കെ നടക്കണോ അത് കാസറ്റ് ആക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ നിലവാരമാണ് പോണത്. എല്ലാം പരസ്യമാക്കി പറയാനുള്ളതാണോ? എല്ലാം പാട്ടാക്കാൻ പറ്റുമോ? പ്രേമമാണെങ്കിലും ശൃംഗാരമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും അതിനും വേണ്ടേ ഒരു മര്യാദ. അല്ലെങ്കിൽ മനുഷ്യൻ മൃഗമായിട്ട് അധപ്പതിക്കൂലേ? മലയാള കവിതകളിൽ ശൃംഗാരം കൈകാര്യം ചെയ്തവർ പോലും അതിന് മറയോടെ കൈകാര്യം ചെയ്തപ്പോൾ അതിന് രസമുണ്ടായി. സീമന്തിനി നിൻ ചൊടികളിൽ ആരുടെ പ്രേമമൃദു സ്മേരത്തിൻ സിന്ദൂരം, ആരുടെ കൈനഖേന്തു മരീചികയിൽ കുളിച്ചാകെ തളിർത്തു നിൻ കൗമാരം.
എന്ന് വയലാർ രാമവർമ്മ എഴുതിയ അത് ശൃംഗാരമാണ്. കാരണം രാമവർമ്മക്ക് വിവരമുണ്ട്. ഇതേതുവനെ വിവരമില്ല. വരിക്കച്ചക്ക ഈ കട്ടില് കണ്ട് പനിക്കണ്ട, അത്രേ ഉള്ളൂ വിവരം. സ്വർണം തേച്ച പല്ലും കാട്ടി ചിരിക്കണ്ട കാക്ക, കട്ടില് കണ്ട് പനിക്കണ്ട, അത്രേ ഉള്ളൂ. അമ്മായിമാരുടെ അടുത്തേക്ക് വിരുന്ന് പോയതിൽ അമ്മായിമ്മ എങ്ങനെ ഇതിൽ കഥാപാത്രമായെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. ഭാര്യ കഥാപാത്രമായെങ്കിൽ മനസ്സിലാക്കാം, ഈ അമ്മായിമാർക്ക് എന്ത് റോളാ വിവാഹത്തിലുള്ളത് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ലത്. പമ്പർനോത്തിന്റെ മോളെ ഈ ചെറുപ്പക്കാരൻ കെട്ടിയെന്നല്ലാതെ വേറെന്താണ്? പുതിയാപ്പിളയുമായി ബന്ധപ്പെട്ടതിലൊക്കെ അമ്മായിമാർക്ക് റോൾ ഉണ്ടാക്കിയത് മാപ്പിള ദുരാചാരമാണ്. ചെറുപ്പക്കാരെ അതിനെ തകർക്കുക, മാപ്പിള ദുരാചാരത്തിന്റെ കോട്ടകൾ തകർക്കുക. വിവാഹത്തിൽ അമ്മായിമ്മക്ക് സ്ഥാനമുണ്ടാക്കി കൊടുത്തത് ഇസ്ലാമല്ല. ചെറുപ്പക്കാരൊരു മോതിരമണിയിക്കൽ, പിന്നെ ഒരു മാലയിടൽ, പിന്നെ ഒന്ന് കൊണ്ടുപോകൽ, പാലുണ്ടേ കൊടുക്കൽ. ഓ, അമ്മായിമ്മക്കൽ ഇപ്പൊ രസം ഉണ്ടാവും. കാരണം ഒന്നുകൂടി ആ പഴയകാലം അയവിറക്കാം. ഞാനും ഇങ്ങനെ ഒരു നാളിൽ പാലുമായി പോയതാണ്. അന്ന് കാണാനൊക്കെ ഇത്തിരി ചൊങ്കുണ്ടായി. ഇപ്പൊ വെജ വൃത്തികെട്ട ഏർപ്പാട്. അതാ പെൺകുട്ടീൻ്റെ കൈ കൊടുക്കണം പാല്. ഈ തള്ളക്കെന്ത് കാര്യം അതിൽ? അമ്മായിമ്മ ഉണ്ടാക്കിയ ദുരാചാരങ്ങളെ എതിർക്കണം. ഈ പാട്ട് ഓർത്തപ്പോൾ ഓർത്തതാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള പാട്ട് കേൾക്കാറുണ്ടോ? പരൻവീതി ചുമ്മായിട്ട് ചൊങ്കില് നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ, കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ആ ഭയങ്കര വീട്ടിലെ എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, അതൊരു തഖ്വയുള്ള മനുഷ്യനെ എഴുതാൻ കഴിയുള്ളൂ. ഇത് എഴുതിയ ആൾ KT മൊയ്തീൻ സാഹിബാണെന്നാണ് എൻ്റെ ഓർമ്മ. ഖബറെന്ന ഭയങ്കര വീട്ടിലെ ചേലിൽ മെത്ത വിരിച്ചു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. മെത്ത വിരിച്ചു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഓർത്തു നോക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യന്റെ സ്ഥിതി എത്ര അത്ഭുതകരമായ സ്ഥിതിയാണ്. മേലെ വരുന്നത് കല്ലാണ്. ഇലയുമ്മൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവുകൾ അടക്കുമ്പോ ബാറിലെ ഖബറിന്റെ ഓട്ടകൾ പോലും ദ്വാരങ്ങൾ പോലും അടക്കുകയാണ്. എനിക്കത് മുഴുവൻ ഓർമ്മയില്ല, ഞാൻ ചെറുപ്പത്തിലുള്ള ഓർമ്മ കൊണ്ട് പാടുക. AVയെ കൊണ്ട് ഞാൻ പാടിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയാവുന്ന ഓർമ്മിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ AV പറഞ്ഞു ആദ്യം മ്യൂസിക്കില്ലാതെ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മ്യൂസിക് വേണ്ട, ഞാൻ നിങ്ങളെ മ്യൂസിക്കിനല്ല സ്നേഹിക്കണത്, നിങ്ങളുടെ ആ കവിതയിലെ ആശയത്തെയാണ് പാടണമെന്ന് പറഞ്ഞു. അപ്പം ലഹരിയായിപ്പോയി. ഇതൊരു ലഹരിയാണ്, ആ ഒരു ഉജ്ജ്വലമായ ലഹരി. അപ്പോൾ ആ ഡ്രൈവറാകെ ഞട്ടം തിരിഞ്ഞത്. ഈ മനുഷ്യരിന്നിട്ട് അങ്ങോട്ട് പാടാൻ തുടങ്ങിയപ്പോൾ മനോഹരമായ ഗാനം, മനോഹരമായ സ്വരം, അത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന അത്ഭുതം. കനമേറും കല്ലും മണ്ണും ചേർത്ത് ആ ഖബറിനെ ഒന്ന് ഉണ്ടാക്കുന്ന രീതിയുണ്ട്. മറമാടും ഖബർ ബഹുജോറിലേ, മറമാടും ഖബർ ബഹുജോറിലേ. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരൊക്കെ കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയണ് ഉലകത്തിൽ താണി എനിക്കാരെന്ന്, ഉലകത്തിൽ താണി എനിക്കാരെന്ന്. പെണ്ണ് പറയുകയാണ് ഇനി എനിക്കാരാണ് തണി. പെണ്ണിൻ്റെത് മാത്രം കവി കണ്ടെത്തി, അത് കണ്ടെത്തണം. ഒരാൾ മരിച്ചാൽ ഏറ്റവും അധികം ദുഃഖിക്കുന്ന ആൾ പെണ്ണല്ലേ. ഈ മനുഷ്യൻ പോയാൽ ഇനി അയാളോട് പറയേണ്ടത് ഇവൻ ആരോടാ പറയാ? ഈ പെൺകുട്ടിനെ ആരോട് പറയും? ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരൊക്കെ കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയണ് ഉലകത്തിൽ താണി എനിക്കാരെന്ന്, ഉലകത്തിൽ താണി എനിക്കാരെന്ന്. മാപ്പിളപ്പാട്ട് സാഹിത്യത്തിൻ്റെ മേൽ അണിയിക്കപ്പെട്ട രത്നമാലയാണ് ഈ കവിത എന്ന് ഈ വിനീതൻ അഭിപ്രായപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടതാണ് മരണത്തിൻ്റെ സ്ഥിതി, പള്ളിക്കാട്, അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഓർക്കണം, അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കണം. റമദാൻ സ്വാതന്ത്ര്യത്തിൻ്റെ മാസമാണ്, ഫ്രീഡം. അതൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ചെറുപ്പക്കാർ? റമദാനിലല്ലേ ശരിയായ സ്വാതന്ത്ര്യമുള്ളത്. റമദാനിൽ കയ്യെത്താവുന്ന ദൂരത്ത് ചായക്കോപ്പയുണ്ട്, കയ്യെത്താവുന്ന ദൂരത്ത് ചോറുണ്ട്, വിഭവങ്ങളുണ്ട്, പഴങ്ങളുണ്ട്, മധുര പലഹാരങ്ങളുണ്ട്. കൈയങ്ങോട്ട് എത്തിപ്പിടിക്കാൻ വിശന്ന് പൊരിയുന്ന വയറാണ്, ദാഹിക്കുന്ന വയറാണ്, നാവിൽ എരിപൊരി കൊള്ളുന്ന ദാഹമാണ്, അണ്ണാക്ക് പറ്റുന്ന ഭേദാഹമാണ്.
കൈയൊന്ന് നീട്ടാൻ മോഹം തോന്നുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മന്ത്രം വരുന്നു, നിന്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് നീ പട്ടിണി കിടക്കുകയാണ് ചെയ്യല്ലേ. റമദാൻ അതുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. ചായയോടുള്ള അടിമത്തം, ചോറിനോടുള്ള അടിമത്തം, ആഹാരപാനീയങ്ങളോടുള്ള അടിമത്തം, അതിൽ നിന്നുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. ആഹാരം മനുഷ്യന് മുമ്പിൽ ഏറ്റവും വലിയൊരു ദൗർബല്യല്ലേ? ആഹാരല്ലേ മനുഷ്യനെ രോഗിയാക്കിയത്? എങ്ങനെ ഈ പ്രമേഹമൊക്കെ ആൾക്കാർക്ക് ഉണ്ടായത്? നമുക്കൊക്കെ ഉണ്ടാകണ്ടല്ലോ. ഇന്നിപ്പോൾ എവിടെ പോയാലും മധുരമില്ലാത്ത ചായ ഓപ്പൺ. ചായ മധുരമില്ലാത്തതെന്ന് പറയും, വേറെ കണ്ട മധുരമൊക്കെ തിന്നുകയും ചെയ്യും. അതാണ് നമ്മൾ ആൾക്കാരുടെ ഒരു സ്വഭാവം. ഞാൻ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നിയന്ത്രിക്കണം. പ്രമേഹത്തിന് മരുന്നില്ല. ഭക്ഷണം നിയന്ത്രിക്കൽ, ഡയറ്റ് കൺട്രോൾ, അത് മാത്രമാണ് അതിൻ്റെ സിദ്ധൌഷധം. രോഗം മാറാൻ നമ്മൾ നിയന്ത്രിക്കണമല്ലോ. രോഗങ്ങളൊക്കെ വരുന്നത് കുറേ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. വയറിൻ്റെ 3 ഭാഗത്തിൽ 1 മാത്രം ഭക്ഷണം കഴിക്കണം, 2ാമത്തെ ഭാഗം വെള്ളം കുടിക്കാൻ ബാക്കി വെക്കണം, 3ാമത്തെ ഭാഗവും വെറുതെ വെക്കണം. പുകവലിയൊക്കെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തണം സഹോദരങ്ങളെ. പുകവലി ഹറാമാണെന്ന് പോലെ അഭിപ്രായമുള്ളവരുണ്ട്. പുകവലി ഹറാമാണെന്ന അഭിപ്രായമുള്ള മശായിഖന്മാരൊക്കെ ജീവിച്ചു പോയിട്ടുണ്ട്. എന്തിനാ അങ്ങോട്ടൊക്കെ പോകണം ഉത്തരേന്ത്യയിലേക്ക്? അതാ മമ്പുറത്ത് കിടക്കണം. മമ്പുറത്ത് തങ്ങളെ മധുഹൊക്കെ എല്ലാവരും പറയും, തങ്ങൾ പറഞ്ഞോ എല്ലാവരും മൂടിയേക്കും. തങ്ങൾ പുകവലിക്കെതിരെ ശക്തമായി താക്കീത് നൽകിയവനാണ്, താക്കീത് നൽകിയ മഹാനാണ്. കാലം കുറേ കഴിഞ്ഞാൽ മമ്പുറം കുത്തുബുസ്സമാൻ പാടുകയാണ്, മനുഷ്യന് കുറേ രോഗങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു രോഗം, അവൻ പുകയിലേക്ക് അടിമപ്പെടുകയാണ്. മമ്പുറം തങ്ങൾ വാഴ്ത്തപ്പെടട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂക്ഷ്മമായ നോട്ടത്തിൻ്റെ ഉടമയെയും നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മനുഷ്യൻ്റെ സോക്കടൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ വ്യാഖ്യാനിച്ചത്. ആ സോക്കടൊക്കെ ചികിത്സിക്കാനുള്ള മാസമല്ലയോ റമദാൻ. മനുഷ്യൻ്റെ രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിക്കലായിരിക്കണം മതത്തിൻ്റെ ഉദ്ദേശം. മതത്തിൻ്റെ ഉദ്ദേശം മുദ്രാവാക്യം വിളിക്കലാകരുത്. മതത്തിൻ്റെ ഉദ്ദേശം മുഷ്ടി ചുരുട്ടലല്ല, ഹൃദയത്തെ സംസ്കരിക്കലാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു മതത്തെ കൊണ്ടും കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ശങ്കരാചാര്യരൊക്കെ മനുഷ്യൻ്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ട എത്ര ഉപദേശങ്ങൾ ഹിന്ദുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കാമക്രോധഞ്ജലോഭഞ്ജദേഹേ തിഷ്ഠതി തസ്കര ജ്ഞാനരത്നാപഹാരായ തസ്മാത് ജാഗ്രത ജാഗ്രത. കുത്തുബുസ്സമാൻ്റെ ഒരു ബെയ്ത്തിൽ പറഞ്ഞ ആശയവുമായിട്ട് ചില്ലറ ബന്ധം പുലർത്തുന്ന ഒരു ശ്ലോകമാണിത്. കാമവും ക്രോധവും ലോഭവും സൂക്ഷിക്കണമെന്ന ശങ്കരാചാര്യ ഹിന്ദുക്കളോട് പറഞ്ഞത്. കുത്തുബുസ്സമാൻ മുസ്ലിങ്ങളോട് എന്താ പറഞ്ഞത്? നാല് പക്ഷികളുടെ സ്വഭാവം നിങ്ങൾ കൈയൊഴിക്കണം. ഒന്ന് മയിലാണ്, മയിലിൻ്റെ അഹങ്കാരമാണ്. ഒന്ന് കോഴിയാണ്, കോഴിയുടെ കാമമാണ്. ഒന്ന് കാക്കയാണ്, കാക്കയുടെ അലച്ചയാണ്. ഒന്ന് പരുന്താണ്, പരുന്തിൻ്റെ ധിക്കാരമാണ്. മമ്പുറം തങ്ങൾ ഒരു ഫിലോസഫറായിരുന്നു എന്ന് ഞാൻ പറയും, ഒരു തത്വചിന്തകൻ. അത്തരം വലിയ മാതാപിതാക്കളുടെ രോഗശമനത്തിന് ഒരു സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ മാതാപിതാക്കളുടെ രോഗങ്ങൾ ശിഫിയാക്കി കൊടുക്കട്ടെ. നിങ്ങൾ ഇനി എത്ര കൊടുത്തേച്ചാലും ഞാൻ ദ്വാരക്കും. ഇത് മസ്ജിദിൻ്റെ കാര്യമാണ്, ഇത് എൻ്റെ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഇനി ആരൊക്കെ വരുന്നുണ്ടോ, ഒരു നയാ പൈസ അള്ളാഹുവിൻ്റെ പള്ളിക്ക് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ എത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ മാതാപിതാക്കളെ പോലെ നമ്മുടെ മാതാപിതാക്കളെയും അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് സഹോദരന്മാരെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, 4 പക്ഷികളുടെ സ്വഭാവങ്ങൾ ഒഴിവാക്കണം. മമ്പുറം തങ്ങൾ മനോഹരമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പുകവലി അതൊക്കെ കുറേ കുഴപ്പങ്ങളുണ്ടാക്കുന്നതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ക്യാൻസറിൻ്റെ കഥ അത്ഭുതകരമാണ്. ക്യാൻസർ അങ്ങനൊന്നുമല്ല ഉണ്ടാകണമെന്ന് അപ്പോൾ ഡോക്ടർമാർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാൻസർ ഉണ്ടാകാൻ കാരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റിയ കാരണം എന്താ? നിങ്ങൾ പുകവലിയും മുറുക്കൊന്നുമല്ല, ഈ എക്സ്റേ അല്ലേ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത എക്സ്റേ, അത് ക്യാൻസറിന് വലിയ കാരണമാണെന്നാണ് പറയണത്. കുട്ടികൾക്കൊരു ചെറിയ വെച്ചുത്തിയ കാല് കിട്ടുമ്പോഴേക്ക് വേഗം കൊണ്ടുപോയിട്ട് എക്സ്റേ എടുത്തോണ്ട് നിങ്ങളൊക്കെ എക്സ്റേ എടുക്കലാണ് നമുക്കൊക്കെ പണി. വളരെ നിയന്ത്രിച്ചിട്ടേ എക്സ്റേ എടുക്കാവൂ, വളരെ നിയന്ത്രിച്ചിട്ട്. എക്സ്റേ വളരെ അപകടകാരിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഈ എക്സ്റേസ് അതിൻ്റെ രശ്മികൾ ശരീരത്തിനകത്തൂടെ കടത്തിവിടുകയാണ്. കടത്തിവിടുമ്പോൾ അത് ചെന്ന ഭാഗത്ത് ക്യാൻസർ ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നാണ്.
ശരീരത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു രോഗം കണ്ടെത്താൻ എക്സ്റേ വേണ്ടി വരും. പക്ഷെ അത് അനാവശ്യമായിട്ട് നിയന്ത്രണമില്ലാതെ കണ്ടെയ്നൊക്കെ എടുക്കരുത്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, നമ്മളിങ്ങനെ കൂടിയതുകൊണ്ട് കുറച്ച് വൈദ്യശാസ്ത്രം പറയാം. നമുക്കാർക്കെങ്കിലും ഓരോ രോഗമുണ്ട്, 10 എക്സ്റേ നിങ്ങളെ ശരീരത്തിൽ എടുത്തിട്ടുണ്ട്, 11ാമത്തെ എക്സ്റേ എടുക്കാൻ ഒരു ഡോക്ടർ എഴുതിയെന്ന് വിചാരിക്കുക. 10 എക്സ്റേ നിങ്ങളെ ശരീരത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അയാൾ അറിയുന്നുണ്ടോ? ശരിക്കും അയാളത് അറിയണം. ഒരു നല്ല ഡോക്ടറാണെങ്കിൽ ചോദിക്കണം, നിങ്ങളുടെ ശരീരത്തിൽ എത്ര എക്സ്റേ മുമ്പ് ഭൂതകാലത്ത് എടുത്തിട്ടുണ്ട്? കേസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കേസ് ഹിസ്റ്ററി, ആ രോഗിയുടെ കേസിൻ്റെ ചരിത്രം അത് ചോദിച്ചറിയണമെന്നാണ്. അതിനൊക്കെ പാർക്കാൻ സമയം, ഇവിടെ പോക്കറ്റ് പൂരിപ്പിക്കാൻ തന്നെ സമയം തികണില്ല. അതുകൊണ്ട് അതൊന്നും ചോദിക്കാൻ സമയം ഉണ്ടാവില്ല. എല്ലാ ഡോക്ടർമാരെ പറ്റിയൊന്നും അല്ല പറഞ്ഞു കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. നല്ല ഡോക്ടർമാരുണ്ട്, അങ്ങോട്ട് കൊടുത്താൽ പാവങ്ങളായ രോഗികൾക്ക് തിരിച്ചു കൊടുക്കുന്നവർ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട്. ഇനി അവർ സമ്പാദിക്കേണ്ടെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല, അവർക്കും ജീവിക്കണ്ടേ. പക്ഷേ പോക്കറ്റ് നോക്കിയിട്ട് കുഷ്ഠരോഗിയുടെ അള്ളിപ്പിടിച്ച, കുഷ്ഠത്തിൻ്റെ മുറിവുകളിൽ അള്ളിപ്പിടിച്ച നാണയത്തുട്ടിനെ നോട്ടമിട്ട് അവൻ്റെ രോഗത്തിൻ്റെ മുറിവ് കാണാൻ ശ്രമിക്കുന്നതിന് പകരം അവൻ്റെ പണത്തെ നോക്കി ചികിത്സിക്കുന്ന ഡോക്ടർമാരെ പറ്റി പത്രങ്ങളിൽ ഫീച്ചർ വന്നിരുന്നു. ഇത് ഗാന്ധിജിയുടെ നാടായതുകൊണ്ട് പറയാണ്. ഗാന്ധിജി പറഞ്ഞു, എൻ്റെ ഇന്ത്യ രാജ്യത്ത് നഗ്നപാതരായ ഡോക്ടർമാരുണ്ടാകണമെന്ന്, ചെരുപ്പിടാത്ത ഡോക്ടർമാർ. അതിന് ഗാന്ധിജി തന്നെ തിരിച്ചു വരേണ്ടി വരും. ചെരുപ്പിടാതെ ഗ്രാമങ്ങളിൽ ചെന്നിട്ട് ചികിത്സിക്കുന്ന ഡോക്ടർമാർ. അപ്പോൾ ക്യാൻസർ അങ്ങനത്തെ ഒരു കാര്യമാണ്. നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ ചില വിദ്യാഭ്യാസം ഇതിനെപ്പറ്റിയൊക്കെ ചെറുപ്പക്കാർ കൊടുക്കണം. മക്കൾക്ക് ചെറിയ പനി വരുമ്പോക്കുന്നുണ്ടല്ലോ അലോപ്പതി, പെട്ടെന്ന് മരുന്നൊന്ന് ചികിത്സൊക്കെ രോഗം മാറും. മാറണ്ടെന്നല്ല, അലോപ്പതി വേണ്ടാന്നല്ല. അലോപ്പതി എത്തിയെടുത്തൊന്നും ആയുർവേദം ഹോമിയോപ്പതി എത്തിയിട്ടില്ല. അലോപ്പതിയെ കൈയൊടിക്കാനൊന്നും കഴിയില്ല. ക്യാൻസർ പിടിച്ചൊരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് കഷായം കൊടുത്താൽ മാറുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ചിലപ്പം വേദനയൊക്കെ ശമിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പെട്ടെന്ന് വളരെ അധികം ആയാൽ ചിലപ്പോൾ അലോപ്പതി തന്നെ വേണ്ടി വരും. റേഡിയേഷൻ കൊടുക്കാനോ മുറിച്ച് നീക്കാനോ ഓപ്പറേഷൻ ചെയ്യാനോ. അലോപ്പതി ഏറ്റവും വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെ വൈദ്യശാസ്ത്രമാണ്. പക്ഷേ അതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അപകടകരമായി എവിടെ എത്തിയെന്ന് വെച്ചാൽ മനുഷ്യനെ കൊല്ലാനായി ഒരുങ്ങി നിൽക്കുകയാണ്. ഒരു ചെറിയ പനി ഉണ്ടാകുമ്പോഴേക്ക് കുട്ടികൾക്ക് ഇപ്പോൾ നമ്മളെ ഉമ്മാരുണ്ടല്ലോ, ക്രോസിനൊക്കെ എത്രണ്ണ കൊടുക്കുക, ഔല് വാരി കൊടുക്കുന്ന കാര്യമാണ്. 4 എണ്ണം തിന്നാളടാ, പോയി കിടന്നാളാ, അപ്പോൾ മാറും. അപ്പോൾ ക്യാൻസറിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളോട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ടൈം മാഗസിനിലൊരു ലേഖനം വായിക്കാൻ സാധിച്ചു എനിക്ക്. ടൈം മാഗസിൻ അമേരിക്കയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സാധനമാണ്. ഇംഗ്ലീഷിൽ ഏറ്റവും പ്രശസ്തിയുള്ള വാരിക എന്ന് പറയാം ലോകതലത്തിൽ. എല്ലാ രാഷ്ട്രങ്ങളിലും അതിന് വരിക്കാറുണ്ട്, എല്ലാ രാജ്യങ്ങളിലും. അതിലൊരു ലേഖനം വളരെ ശ്രദ്ധേയമാണ്. അതിൽ പറയണത് ഈ ക്യാൻസർ ഉണ്ടാകുന്നതിൻ്റെ പുതിയ ചില കാരണങ്ങളാണ് അതിൽ പറയണത്. അതിൽ പറയുന്നു, ക്യാൻസർ ഉണ്ടാവാനുള്ള ഒരു കാരണം ഈ ആകാശത്ത് വളരെ രസകരമായൊരു പഠനമാണത്. ഭൂമിയുടെ കുറേ മീതെ ഒരു പാടുണ്ടായിരുന്നു. പുതിയ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഗവേഷണമാണത്. എനിക്കത് വായിച്ചിട്ട് വളരെ അത്ഭുതം തോന്നിപ്പോയി. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അറിയാൻ ആ ലേഖനം വളരെ ഉപകരിച്ചു. അത് എഴുതിയവർക്ക് ആ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും. അപ്പോൾ ആ പാട, ഒരു വലിയ പാടുണ്ടായിരുന്നു. ആ പാട ഉണ്ടായിരുന്നത് കൊണ്ട് സൂര്യൻ്റെ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിൽ തട്ടാതെ ആ പാട കാത്തു നിർത്തിയിരുന്നു. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, ഈ അൾട്രാ വയലറ്റ് രശ്മി പോയിസണാണ്, വിഷം. സൂര്യനിൽ ആ പോയിസൺ ഉണ്ട്. അത് ഭൂമിയിലെത്തി മനുഷ്യൻ്റെ മേലെ തട്ടിയാൽ അവന് വമ്പിച്ച വിപത്തുകളുണ്ടാവും. അത് ഭൂമിയിലെത്താതെ ഈ പാട തടഞ്ഞു നിർത്തിയിരുന്നു. പക്ഷേ ടൈം മാഗസിനിലെ ശാസ്ത്രജ്ഞന്മാർ പറയാണ്, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ പാടക്ക് സുഷിരങ്ങൾ വീണിരിക്കുന്നു, ഓട്ട വീണിരിക്കുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് തടയപ്പെടേണ്ട സൂര്യൻ്റെ വിഷം നിറഞ്ഞ അൾട്രാ വയലറ്റ് രശ്മികൾ നേരെ ഭൂമിയിലേക്ക് കുതിക്കുകയും അത് മനുഷ്യൻ്റെ മേൽ ചെന്ന് പതിക്കുകയും ചെയ്യുന്നു. അത് ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് അമേരിക്കയിലെ ഡോക്ടർമാർ പറഞ്ഞത്. ഇന്ത്യയിൽ എത്തണമെങ്കിൽ ഒരു 100 കൊല്ലം പിടിക്കും. അമേരിക്കയിലെ സാധനം ഇവിടെ ഈ ഗവേഷണം എത്തണമെങ്കിൽ 100 കൊല്ലാണല്ലോ. അവിടെ പണ്ട് ഒഴിവാക്കിയ ചരക്കാണ് ഇപ്പോൾ ഇവിടുത്തെ ഫാഷൻ. അതങ്ങനെയാണ്. പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, ബെൽ ബോട്ടം പാൻറ്, പാവാട, 30 ആയിരുന്നു അടിയിൽ ബെല്ല്, 30 ഇഞ്ച്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത്. എന്നിട്ട് ഇങ്ങനെ ആടി കഴിഞ്ഞിട്ട് വഴിയിലുള്ള ചാണകവും ചപ്പ് ചവറൊക്കെ കോരി അടുക്കളയുന്നു മൂപ്പന്മാർക്ക് പണി. അത് പോയി. ഇപ്പോൾ വീണ്ടും പുട്ടുകുറ്റി പാൻറ് തിരിച്ചു വന്നിരിക്കുന്നു. വലിയ ഉപകാരം. ഇപ്പോഴത്തേതാണ് പാൻസ്. അത് യൂറോപ്പിൽ പണ്ടും അങ്ങനെയാണ്. പക്ഷെ അത് അവിടെ കുറച്ച് കാലത്ത് ഈ ഹിപ്പികൾ ബെൽബോട്ടം കൊടുന്നപ്പോൾ ഇവിടെ എല്ലായിടത്തും ബെൽബോട്ടം അങ്ങനെയാണ്. അപ്പോൾ ഈ ഫാഷൻ പടിഞ്ഞാറുകാരെ ഒഴിവാക്കിയതാണ് ഇവിടെ പലപ്പോഴും വരിക. ആ ഫാഷൻ ഭ്രമം നമുക്ക് ആപത്തുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവർ പറയുന്നു ഈ ഓട്ട വീണതിൻ്റെ കാരണം അവർ വിശദീകരിക്കേണ്ടതാണ്. അത്ഭുതം. ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കിയ കണ്ടുപിടുത്തങ്ങൾ, ഫാക്ടറികൾ, വ്യവസായശാലകൾ, അതിൽ നിന്ന് പോകുന്ന പുക, വിഷപദാർത്ഥങ്ങൾ ചെന്നിട്ടാണ് ഈ പാടക്ക് ദ്വാരങ്ങൾ വീഴ്ത്തിയതെന്നാണ് പറയണത്. അപ്പോൾ ആരാതിൻ്റെ കാരണക്കാരൻ? അല്ലാഹു അല്ല. മനുഷ്യൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും
ജീവിതം സുഖമാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ കണ്ടെത്തുന്ന ഓരോ കാര്യങ്ങളും വേറെ ഒരർത്ഥത്തിൽ അവന് ദോഷമായി തീരുന്നു. അതാ അതിൻ്റെ അർത്ഥം.